അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ. മൈ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് പലരും ചോദിക്കാറുണ്ട്, എന്താ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ ചെയ്യാത്തത്? ഒഴിവില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ മാസം മുതൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി അറവ് തുടങ്ങി. ഇന്നിപ്പോൾ ഒരു നവംബർ ലാസ്റ്റ് വരെയൊക്കെ പഴം ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് തയ്യൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ വിളിക്കലുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ മഴ ഇല്ലാത്ത കാരണം കുറേ ആദ്യം ഉണ്ടായ പൂവുകളൊക്കെ കുറേ കരിഞ്ഞു പോയി. പിന്നെ ചില തണ്ടുകളൊക്കെ ചുവന്ന നിറമായിരുന്നല്ലോ, അതൊക്കെ മഴയുടെ പെയ്തപ്പാട് മാറി സാധാരണ നിലയിലേക്ക് എത്തി. എന്നാലും ഇപ്പോൾ കുറച്ച് പഴങ്ങളൊക്കെ അറക്കാണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ മഴ പെയ്ത് ആരെയാണ് ഈ നമുക്കൊരു മഞ്ഞ കളറുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചിരുന്നൊരു കംപ്ലൈൻറ്റാണ്, അതൊക്കെ മഞ്ഞ നിറയിക്കണത്. നാല് മഴ ചെയ്തപ്പോഴൊക്കെയാണ് അതൊക്കെ പോയി. അത് അടഞ്ഞ വെയിലുള്ളതല്ലേ, എമ്മാതിരി വെയിലാണ്, പൂവൊക്കെ കരിഞ്ഞ് പോവുക. അങ്ങനെയാണ് അതൊക്കെ. മഴ ചെയ്തപ്പോൾ അതൊക്കെ മാറും. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു മൊത്തത്തിലൊരു വളം ചെയ്തതാണ്. ഇനി അങ്ങനെ അടുത്ത് നല്ലോണം പഴം ഉണ്ടാവും. പിന്നെ നവംബർ ലാസ്റ്റ് വരെ ഉണ്ടാവുമല്ലോ, നവംബർ ലാസ്റ്റ് കൂടെ കഴിയും ചെയ്യും. പിന്നെ വേണമെങ്കിൽ ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. ആ നിലത്തൊക്കെ കിടക്കുന്ന തണ്ടുകളില്ലേ, അങ്ങനെയുള്ള ഈ പ്രാവശ്യം പഴണ്ടായ തണ്ടുകളൊക്കെ ഒന്നാണ്ട് വെട്ടി കൊടുത്താൽ പിന്നെ പുതിയ നല്ല തളിർപ്പുണ്ട് വരും, നല്ല ശക്തിയുള്ള തണ്ടുകൊണ്ട് വരും. അയിമന്നാവുമ്പോൾ അടുത്ത വർഷം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ഉണ്ടാവും. പക്ഷേ നല്ല കാല്, നല്ല പോസ്റ്റ്, അതുപോലെ തന്നെ ടയറ്, കമ്പിയൊക്കെ നന്നായിട്ട് കൊടുത്താലേ കുറേ കാലം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പലതും പൊട്ടിച്ചാടും. എൻ്റെ ഒരുപാട് കാല് പൊട്ടിച്ചാടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും. ഇതൊക്കെ ആ പെരിഞ്ചൂടത്തുണ്ടായതാണ്, ഇതൊക്കെ പോവും. അങ്ങനെ കുറേ ഉണ്ട്. ഇതുണ്ടാവും, ഇത് പോവും. അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം. അതായത് ഇതുണ്ടാവും, ഈ ഒന്നുണ്ടാവും, ഇത് പോവും. ഇതൊക്കെ ചൂടിലിങ്ങോട്ട് പിരിഞ്ഞത്. അതുപോലെ തന്നെ അടഞ്ഞ മഴയിലുണ്ടായതും കുറേയൊക്കെ നഷ്ടപ്പെടും. പൂക്കൾ ഉണ്ടാകുമ്പോൾ ഞാൻ തേനീച്ച വളർത്തുന്നുണ്ട്. ചെറുതേനീച്ച നല്ലോണം ഉണ്ടാവും. അതില്ലെങ്കിൽ നമ്മൾ പോളിനേഷൻ നടത്തി കൊടുക്കണം. അതെന്തെങ്കിലും ചെറിയ ബഡ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ കമ്പെടുത്തിട്ട് ആ പൊടി എടുത്തിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ 2 പൂവാണല്ലോ, അപ്പോൾ ആ ചെറിയ പൂവിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി ആ പൊടി. അത് നന്നായി രാവിലെ നീട്ട് ചെയ്യണം. അത് രാത്രി 10 മണി മുതൽ പൂ വിരിഞ്ഞാൽ ഒരു 9-10 മണിയൊക്കെയാണ് പൂ വിരിയുക. പിന്നെ നേരം പോലത്തെ ഒരു 7 മണിയാകുമ്പോഴേക്ക് അത് ചുമ്മും ചെയ്യും. അതിൻ്റെ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പുതുതായിട്ട് വെച്ചതാണ്. അതൊക്കെ വെച്ചൊരു 4 മാസം ആവണുള്ളൂ, അപ്പോഴേക്കും അതൊക്കെ മുൾക്കെത്താറായി. ഇതൊക്കെ ഈ പൂക്കളൊക്കെ ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കിന് വിരിയും. പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ ഇതൊക്കെ പഴമാവും. ഇതൊന്നും കംപ്ലൈൻ്റ് ഇല്ലാത്ത. ഇനി അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. മഴ പെയ്തുകൊണ്ട് ഈ കമ്പിലൊക്കെ ഇനി പൂക്കളുണ്ടാവും. ഈ പ്രാവശ്യം ചൂട് കുറച്ച് അധികം ആയതുകൊണ്ട് പൂക്കൾ കുറേ നമുക്ക് നല്ല മുട്ടുണ്ട്. കമ്പിൽ മുട്ടുണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരു നവംബർ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതുണ്ടോ, ഇതൊക്കെ ഇങ്ങോട്ട് പഴുത്തതാണ്.
അത് അടഞ്ഞ വെയിലുണ്ട് വരുമ്പോൾ അത് തന്നെ ഇതൊക്കെ ഉണ്ടാവും, കുറേ ഉണ്ടാവും. അങ്ങനെ കുറേ ആദ്യം തന്നെ കുറേ പോകും, പിന്നെ കുറേ ഉണ്ടാവും. എന്താ സംഭവം? എന്താ അങ്ങനെ അങ്ങനെ ഉണ്ടാവും. ഇതുണ്ടോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 അങ്ങനെ ഉണ്ടാവും. അപ്പം ഇനി അത് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ തുടങ്ങും. എൻ്റെ സ്വഭാവം അങ്ങനെ. ഓക്കെ, എന്നാൽ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ തരിക. നിങ്ങളൊക്കെ കൊണ്ടുപോയ ഡ്രാഗൺ ഫ്രൂട്ട് തൈകളൊക്കെ നല്ലോണം കായ്ച്ചോ പഴം ഉണ്ടായോ എല്ലാ വിവരങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.